പ്രസവം എന്ന് പറയുന്നത് കാലങ്ങളായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അതിലൊരു ബ്രേക്കേജും ഇല്ല. അപ്പോൾ എല്ലാവരും പറയുന്നത് എല്ലാവരും പ്രസവിക്കുന്നില്ല, പിന്നെ നിനക്ക് മാത്രം എന്താ ഇങ്ങനെ ബുദ്ധിമുട്ട്? എൻ്റെ അമ്മ പ്രസവിച്ചില്ലേ, പെങ്ങള് പ്രസവിച്ചില്ലേ, അല്ലെങ്കിൽ ഞാൻ പ്രസവിച്ചതല്ലേ എന്നൊക്കെയുള്ള പല പല ചോദ്യങ്ങൾ നമുക്ക് കേൾക്കും. പോസ്റ്റ് പാർട്ടൽ ഡിപ്രഷൻ എന്നുള്ളത് ഇന്ന് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ആരും ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് നേരിടുന്നവരെ സംബന്ധിച്ച് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇത് അനുഭവിക്കുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിട്ട് അവരുടെ ആ ഒരു ഉറക്കത്തിൻ്റെ ആ ഒരു റുട്ടീൻ ചേഞ്ച് ആവുന്നത്, അതുപോലെ തന്നെ അവരുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ്, ഹോർമോണൽ ചേഞ്ചസ് ഇതെല്ലാം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു റെഫറൻസ് വഴി വർക്ക് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ആ റെഫറൻസിൽ നമ്മൾ കുറേ നെഗറ്റീവായിട്ടുള്ള ഇമേജസ് ഓൾറെഡി അവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു കോർട്ടിസോളിൻ്റെ ഒരു റഷ്, പിന്നെ കുട്ടികളുടെ കരച്ചിൽ, പിന്നെ ഫീഡ് ചെയ്യുന്നത്, ഇതെല്ലാം ഭയങ്കരമായിട്ട് മെൻ്റൽ പ്രഷർ കൊടുക്കുന്ന ഒരു കാര്യമാണ്. ആയുർവേദത്തിൽ കൂടെ ട്രീറ്റ്മെൻറ്റിലൂടെയും ചെറിയ ചെറിയ മെഡിസിൻസ്, ഇപ്പോൾ പ്രസവരക്ഷാ മരുന്നുകളുണ്ട്. അപ്പോൾ മിക്ക ആളുകളും പ്രസവരക്ഷാ മരുന്നുകൾ ഇപ്പോൾ ഉപയോഗിക്കാറില്ല, പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്. പക്ഷേ അത് ഏറ്റവും പ്രോപ്പറായിട്ട് ജെനുവിനായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തുകൊണ്ട് ആ മെഡിസിൻസ് എടുക്കുകയും അതുപോലെ തന്നെ പ്രസവരക്ഷ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുക. അപ്പോൾ ഈ കിഴികൾ, അഭ്യംഗം പോലെയുള്ള പാദാഭ്യംഗമുണ്ട്, ശിരോധാര, അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഡിപ്രഷനും അത് മാത്രമല്ല നല്ല രീതിയിൽ ഫീഡിങ് നല്ല രീതിയിൽ ചെയ്യാനും ഒക്കെ പറ്റും. അതുവഴി കുട്ടികളുടെ ഉറക്കത്തിനും അമ്മയുടെ ഉറക്കത്തിനും ഒക്കെ ഗുണം കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ പ്രസവരക്ഷ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി. അപ്പോൾ അത് ഫിസിക്കൽ ഹെൽത്തിന് മാത്രമല്ല മെൻ്റൽ ഹെൽത്തിനും കൂടെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്.